For the annual report presentation, I would like to welcome our Principal Bijoy sir. So please. We offer radiators. Experience the best engine cooling performance. Distinguished President of today's function, Dr. Tawfiq Rahman sir. Our chief guest, Sri Abdul Latif sir. Playback singer Sri Vishwanath Idapal sir, Miss Jida, other dignitaries on the dais and off the dais, invited guests, HODs, beloved parents, dedicated teachers, and my dear students. ചൂടുണ്ടെന്ന് എനിക്കറിയാം, പലരും അസ്വസ്ഥരായി തുടങ്ങി. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ചൂടത്തും നിങ്ങളുടെ മനസ്സിൽ ഒരു വർഷം മുമ്പ്, ഈ ഒരേ ഒരു ഫെബ്രുവരിയിൽ ഒരു വർഷം മുമ്പ് ഒരു ആനുവൽ ഡേ ഇവിടെ നടന്നു. അത് നടന്നത് വേറൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു, സൽക്കാര ഓഡിറ്റോറിയത്തിൽ. അന്ന് ഇതുപോലെ ഒരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ വന്ന് നിന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പറേ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയപ്പോൾ എൻ്റെ റിപ്പോർട്ട് ഏതാണ്ട് 4 പേജ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ഈ ചൂടത്ത് ഇത്രയും ഗസ്റ്റുകളെയൊക്കെ വിളിച്ചു വരുത്തി ഞാനും കൂടെ ചൂട് അധികരിപ്പിച്ച് പ്രസംഗിക്കേണ്ടല്ലോ, ഈ റിപ്പോർട്ടെല്ലാം ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഇത് 1 പേജാക്കി ചുരുക്കി. അതുകൊണ്ട് അധികം സമയം ഞാൻ കളയാതെ പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ പറയേണ്ട ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് സംക്ഷിപ്ത രൂപത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ തൗഫീഖ് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചില റെപ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എൻ്റെ റിപ്പോർട്ട് അവതരണത്തിൽ കിടക്കുന്നതിന് മുമ്പ് അന്ന് കണ്ട ഒരു സദസ്സല്ല ഇന്നെനിക്ക് കാണാൻ കഴിയുന്നത്. പ്രൗഢഗംഭീരമായിട്ടുള്ള നിറഞ്ഞ സദസ്സ്. അന്ന് സെക്കൻഡ് ഷോയ്ക്ക് ആൾ കിടന്ന പോലെ 1-2 ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല അതിനർത്ഥം. ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അതിലും ഗംഭീരമായിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയെ ദ്യോതിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്കൂളിൻ്റെ അംഗസംഖ്യ കൂടി. അന്ന് നമുക്ക് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ അംഗസംഖ്യ ഏതാണ്ട് 900ഓളം കുട്ടികൾ നമുക്കിന്ന് സ്കൂളിലുണ്ട്. അത് കുട്ടികളുടെ എണ്ണത്തിൽ മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ വർഷം പഴയ ക്യാമ്പസിലായിരുന്നു മാറഞ്ചേരിയിലുള്ള, ഈ വർഷം പുതിയ ക്യാമ്പസിലാണ്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിനാണെങ്കിലും ശരി. ഇനി ആങ്കറിങ്ങിൻ്റെ കാര്യമെടുത്താൽ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ആനുവൽ ഡേക്ക് ടീച്ചേഴ്സാണ് ആങ്കർ ചെയ്തത്. ഇന്ന് ആരാണ് ആങ്കർ ചെയ്തത്? കുട്ടികളാണ്. LKG പഠിക്കുന്ന UKG പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് ഇംഗ്ലീഷിൽ ആങ്കർ ചെയ്ത് കേട്ടപ്പോൾ നിങ്ങൾക്കെല്ലാവരുടെയും മനസ്സിലൊരു സന്തോഷമുണ്ടായി കാണും. ഞാൻ ഇംഗ്ലീഷിനെ വലുതാക്കി പറയുന്നതല്ല, അത്ര ചെറുപ്പത്തിലെ നമ്മൾ കൊടുക്കുന്ന ഊന്നലുകൾ എത്രയുണ്ട്, എത്ര പ്രാധാന്യം അതിന് കൊടുക്കുന്നതിനെന്ന് യോജിപ്പിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിലിപ്പോൾ ആകെ ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ, നന്ദിയുടെ വികാരം മാത്രം. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് കുറച്ച് വ്യക്തികളെ മാത്രം ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ വരികയും നമ്മളെ ഉദ്യോഗിപ്പിക്കുകയും നമ്മളെ അതുപോലെ തന്നെ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളെ നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓണറബിൾ ചെയർമാൻ മിസ്റ്റർ അബൂബക്കർ മടപ്പാട്ട് നമ്മുടെ ക്യാമ്പസിൽ വന്നു, ഒരു പരിപാടിയിൽ വന്നിരുന്നു. അതുപോലെ ശ്രീ മണികണ്ഠൻ പെരുമ്പടപ്പ്, ടൈസൺ മാസ്റ്റർ MLA, ശ്രീ ആലംകോട് ലീലാകൃഷ്ണൻ, ശ്രീ റഫീസ് മാറഞ്ചേരി, സമീർ അലി ദ പോലീസ് ഓഫീസർ, മാസ്റ്റർ ഫൈസൽ എ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ, ശ്രീ ചിയാമു മാസ്റ്റർ, ഡോക്ടർ തൗഫീഖ് റഹ്മാൻ, ഡോക്ടർ ബിനോ തോമസ്, ശ്രീ ലൂക്കാസ് ടെലിസാൻ ആൻഡ് പ്രൊഫസർ അമ്പിളി. ഈ പേരുകളെല്ലാം എന്നെ സംബന്ധിച്ച് സുപരിചിതമാണ്. കാരണം ഇവിടെ നടത്തിയ പ്രോഗ്രാമുകളിൽ ഇവരെല്ലാം വന്നിട്ട് ഞങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, പാഠങ്ങൾ നൽകിയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിൽ പലരും ഒരു പക്ഷേ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ്.
അപ്പോൾ അവർക്ക് ഈ സീഡ് ഗ്ലോബൽ സ്കൂളിൻ്റെ പേരിൽ ഈ ഒരു ആനുവൽ ഡേയുടെ ദിവസം നന്ദി പറയുകയാണ്. ഇനി ഈ അധ്യയന വർഷം നടന്ന കുറേ ഡേയ്സ് ഉണ്ട്, പല ദിവസങ്ങൾ, ദിനാചരണങ്ങൾ നടന്നു. അത് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ വരും ഏതൊക്കെ ദിനാചരണങ്ങളാണ് നമ്മളെ സംബന്ധിച്ചും കാലിക പ്രസക്തിയുള്ളത് എന്ന്. ഒന്ന് റീ ഓപ്പണിംഗ് ഡേ, റീഡിംഗ് ഡേ, യോഗ ആൻഡ് മ്യൂസിക് ഡേ, ഡോൾസ് ഡേ, ആൻറ്റി ഡ്രഗ്സ് അവെയർനെസ് ഡേ, ഡോക്ടേഴ്സ് ഡേ, ബഷീർ ഡേ, ഹിരോഷിമ ഡേ, ഹിന്ദി ദിവസ്, ലൂണാർ ഡേ, ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ഇമോജി ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ, പോപ്പുലേഷൻ ഡേ, പിങ്ക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഗ്രാൻഡ് പേരൻസ് ഡേ, കേരള പിറവി, ഫ്രൂട്ട്സ് ഡേ, എഡ്യൂക്കേഷൻ ഡേ, വിക്ടറി ഡേ, ഫാഷൻ ഡേ, ഒറിഗാമി ഡേ, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഡേ, ഫാഷൻ ഡേ, ഫ്ലവേഴ്സ് ഡേ, ഫാർമേഴ്സ് ഡേ, ബട്ടർഫ്ലൈസ് ഡേ, ഫ്രൂട്ട്സ് ഡേ, സ്പേസ് ഡേ, ന്യൂസ് പേപ്പർ ഡേ, ഫോട്ടോഗ്രാഫി ഡേ, റീസൈക്ലിംഗ് ഡേ, പീസ് ഡേ, കോക്കനട്ട് ഡേ, ഐസ്ക്രീം ഡേ, ഗ്രാജുവേഷൻ ഡേ ആൻഡ് റീസെൻ്റ്ലി റിപ്പബ്ലിക് ഡേ. ഇത്രത്തോളം ദിനാചരണങ്ങൾ ഈ സ്കൂളിൽ നടന്നുവെന്ന് പറയുമ്പോൾ ഇവിടെ പഠിത്തം നടക്കുന്നില്ലേ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. അത് ഞാൻ വരുന്നു, അതിലേക്ക് കടന്നു വരുന്നു. പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പഠനത്തെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ ഇത്രയും ഡേകൾ, ദിനാചരണങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തി. അതിൽ പലരും ഭാഗവാക്കായിട്ടുണ്ട്. അവരെ ഞാൻ അനുമോദിക്കുന്നു, അവരെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി കുറേ ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയാം. ഈദ്, മൈലാഞ്ചി മൊഞ്ച്, ഓണം, ആർട്സ് ഫെസ്റ്റിവൽ വിച്ച് വാസ് നെയിംഡ് ആസ് സകലകല, സയൻസ് ഫെസ്റ്റ്, എമിനൻസ്, ഇൻവെസ്റ്റിച്ചർ സെറമണി, KPSA കലോത്സവം, സബ് ഡിസ്ട്രിക്ട് കലോത്സവം, ഡിജിറ്റൽ ഫെസ്റ്റ് ആൻഡ് റൈം ഫെസ്റ്റ്. അതുകൂടാതെ കുറേ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഇവിടെ നടക്കുകയുണ്ടായി. ഒന്നാമത്തേത് പേരൻസ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ്. ഓൺലൈനായിട്ടൊരു പ്രോഗ്രാം നടന്നു, ഓഫ്ലൈനായിട്ട് ഈ അടുത്ത കാലത്തൊന്ന് നടന്നു. ബുക്ക് ഫെയർ, അതുപോലെ തന്നെ ഐ ചെക്കപ്പ്, PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, ഫീൽഡ് ട്രിപ്സ് ടു ഡിഫറെൻറ്റ് ഏരിയാസ്, ടൂർസ്, മീറ്റ് വിത്ത് ദ ചെയർമാൻ, മീറ്റ് വിത്ത് ഓദർ, ടീച്ചർ എംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ്, ബുൾബുൾ ആൻഡ് ബന്നീസ്. ഇതൊക്കെ ഇവിടെ നടന്ന സ്പെഷ്യൽ പ്രോഗ്രാംസാണ്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കുറേ കോമ്പറ്റീഷൻസും ഇവിടെ നടത്തുകയുണ്ടായി. ക്വിസ് ബീസ്, എല്ലാ ദിവസവും ക്വിസ് ഉത്തരങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദിവസവും വിജയികളെ തിരഞ്ഞെടുക്കുന്നു. മാസാവസാനം മന്ത്ലി ക്വിസ് ബി വിജയിയെ തിരഞ്ഞെടുക്കുന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്റ്റാർ, സ്വന്തം കുട്ടിക്ക് ഇംഗ്ലീഷ് സ്റ്റാർ 1 കിട്ടിയ ആരെങ്കിലും കൈ വെക്കാവോ? സ്റ്റാർ 1 കിട്ടിയ കൈ വെക്കാവോ? കുട്ടിക്ക് സ്റ്റാർ 1 കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ? കൈ വെക്കുക. വെരി ഗുഡ്. സ്റ്റാർ 2 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? സ്റ്റാർ 2 ഞങ്ങൾ കൊടുക്കാറില്ല, ഞങ്ങൾ പിശുക്കന്മാരാണ്. ഇംഗ്ലീഷ് നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പറഞ്ഞാലും ഞങ്ങൾ 2 കൊടുക്കുകയുള്ളൂ. അപ്പോൾ 2 കൊടുത്തവർക്ക് കുറച്ച് വലിയ കൈയടി ആവശ്യമാണ്. ഇനി നല്ല ഇംഗ്ലീഷിലേക്കൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ 3 സ്റ്റാറും കൊടുക്കും. അത് ഈ വർഷം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെയാണ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്റ്റാർ. അതിനുവേണ്ടി ഒരു മത്സര ബുദ്ധിയോട് തന്നെ ഇംഗ്ലീഷ് പറയുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് സ്പെൽ ബി, കൊളാഷ് മേക്കിംഗ്, കടങ്കഥ കോണ്ടസ്റ്റ്, എലക്യൂഷൻ ആൻഡ് സ്പീച്ച് കോമ്പറ്റീഷൻസ് ആൻഡ് സീ ടോക്സ്. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വർഷം നമുക്കുണ്ടായ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറേ അച്ചീവ്മെൻറ്റ്സിനെ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് KPSA കലോത്സവത്തിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ 16 സ്കൂളുകൾ പങ്കെടുത്ത കലോത്സവത്തിൽ ഒരു ഹൈസ്കൂൾ കുട്ടികളില്ലാത്ത നമ്മൾ 2 കാറ്റഗറി ചാമ്പ്യന്മാരായി. ഒന്ന് കൈയടിക്കൂ പ്ലീസ്. ഞാൻ പറഞ്ഞ് കൈയടിപ്പിക്കേണ്ടല്ലോ. 2 കാറ്റഗറി ചാമ്പ്യൻസ്, 1 കാറ്റഗറിയിൽ ഫസ്റ്റ് റണ്ണറപ്പ്. നമുക്കറിയാം, നമുക്ക് 8, 9, 10 ഒന്നുമില്ല. അത് നമ്മൾ 16ഓളം വലിയ സ്കൂളുകളെ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടാണ് ഇത് നേടിയിരിക്കുന്നത്. രണ്ടാമത്തേത്
സബ് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ നമുക്ക് 54 സ്കൂളുകൾ പങ്കെടുത്ത സബ് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ നമുക്ക് 4ാം സ്ഥാനമുണ്ട്. 3ാം സ്ഥാനം സത്യത്തിലുണ്ട്, 4ാം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ്, ഇന്നലെ കുറേ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ സബ് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ പോയി, സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റിൽ പോയി, കായികമേളയിൽ പോയി 2 മെഡലുകൾ കിട്ടി. ഇതുവരെ നമുക്ക് ഒരു സ്പോർട്സിൽ ഇതുവരെ മെഡൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് വളരെ അസൂയകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. അതുപോലെ ഈ വർഷം +1 +2 നമുക്ക് +2 റിസൾട്ട് വാസ് വെരി ഗുഡ്, 100% റിസൾട്ട് അക്കാഡമിക്കലി. അതുപോലെ നമ്മുടെ ഒരു സ്റ്റുഡൻ്റായ റിയാന മറിയം ഗോട്ട് അഡ്മിഷൻ ടു ഡൽഹി യൂണിവേഴ്സിറ്റി ആഫ്റ്റർ ക്ലിയറിംഗ് CUET UG. അതുപോലെ റംദാൻ അനസ് ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇതൊക്കെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ക്വാളിറ്റിയെ, ഗുണത്തെ ദ്യോതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനിയും കുറേ ലിസ്റ്റുകൾ എൻ്റെ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 6 പേജ് ചുരുക്കിയിട്ട് ഞാൻ ഇത്ര ആക്കിയത്. ചൂട് എടുക്കുന്ന ആ സമയത്ത് നിങ്ങളെല്ലാം കുട്ടികളുടെ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മളെല്ലാം നേടിയെന്നോ ഒരു ഏറ്റവും നല്ല സ്കൂളാണെന്നും നമുക്ക് അവകാശപ്പെടാനായില്ല. എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളായിട്ട്, ഈ മാറഞ്ചേരിയുടെ അഭിമാനമായിട്ട്, ഒരു നക്ഷത്രമായിട്ട്, ഒരു വഴികാട്ടിയായിട്ട്, ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇത് മാറട്ടെ. അതിന് നമുക്കെല്ലാവർക്കും തോളോട് ചേർന്ന് പരിശ്രമിക്കാം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ല ഒരു ആനുവൽ ഡേ ദിവസം ആശംസിച്ചുകൊണ്ട്, എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, എല്ലാ ഗസ്റ്റുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.